ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെതിരെ കോടതിയിൽ ആ വ്യക്തി പോകുമെന്നും പോലീസ് വിവരം അറിയും എന്നും തന്നെയാണ്. കാരണം അങ്ങനെ വിടുന്ന ഒരാളല്ല ഈ കക്ഷി എന്ന് പറയുന്നത്. നമസ്കാരം. പോലീസുകാരുടെ കള്ളക്കളിയാണ് പറയാനുള്ളത്. ചെന്ന് തലവെച്ചു കൊടുത്ത് പെട്ടതിന് ശേഷം ആലോചിക്കേണ്ട. ആർക്കാണ് എപ്പോഴാണ് വരുന്നത് പറയാൻ പറ്റില്ല, എപ്പോഴാണ് പൊക്കിക്കൊണ്ട് പോകണമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ കുറ്റമൊന്നും ചെയ്യേണ്ട. ആരെങ്കിലും വെറുതെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ താങ്ങിയെടുത്തുകൊണ്ട് പോകും, അവരെ റിമാൻഡ് ചെയ്യും. അത് ജാമ്യം കിട്ടുന്ന വകുപ്പാണോ ജാമ്യം കിട്ടാത്ത വകുപ്പാണോ അതൊന്നും നമ്മുടെ ഒരു വിഷയമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, മുഴുവനായിട്ട് കണ്ടോ. ആദ്യം ഒരു സംഭവം പറയാം, എന്നിട്ട് കോഴിക്കോട് കസബ പോലീസിന്റെ ഒരു കഥ കൂടി പറയാം. ഓഗസ്റ്റ് 14 ഹൈക്കോടതി ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അതായത് ഈ പോലീസുകാർ ചെയ്യുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ ഒരാളെ കസ്റ്റഡിയിലെടുക്കും. കസ്റ്റഡിയിലെടുത്തിട്ട് ഒരു രേഖ ഉണ്ടാവില്ല, പൊക്കിക്കൊണ്ടങ്ങ് പോകും. പൊക്കിക്കൊണ്ട് പോയിട്ട് പിന്നെ അവർ എപ്പോഴെങ്കിലും അവർക്ക് തോന്നുമ്പോൾ കസ്റ്റഡിയിലെടുത്തുനിന്ന് രേഖ ഉണ്ടാക്കും. എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തും. ഈ കസ്റ്റഡിയിലെടുത്ത അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ആ ടൈം വെച്ചിട്ട് പിന്നീട് 24 മണിക്കൂറിനുള്ളിൽ കോടതിയിലോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് മുന്നിലോ ഹാജരാക്കും. ഇതൊരു വലിയൊരു കള്ളക്കളിയാണ്. കാര്യം ഇവർ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കണം എന്നാണ്. ഇവരത് ചെയ്യാതെ വട്ടം ചുറ്റിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് കേസായാലും ഒരാളെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ അയാൾക്ക് എങ്ങോട്ട് പോകാൻ പറ്റൂല. സഞ്ചാര സ്വാതന്ത്ര്യമല്ല, ഒരു സ്വാതന്ത്ര്യമല്ല. അയാളെ പിടിച്ച് കൂട്ടിലിട്ടതുപോലെ തന്നെയാണ്. അത് തന്നെയാണ് അവസ്ഥ. ആരെ വിളിക്കാനോ ഒന്നിനും ഇവർ സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത്. ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് ഇതിനാണ് ഒരു തടയിട്ടിട്ടുള്ളത്. അമ്മായിട്ടുള്ള ഉടായ്പ പണിയൊന്നും നടക്കൂല. ഒരാളെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയിരിക്കണം. നിങ്ങൾ അറസ്റ്റ് ടൈമൊന്നും ഇങ്ങോട്ട് പറയണ്ട. അറസ്റ്റ് ചെയ്തതിനു ശേഷം 24 മണിക്കൂറൊന്നുമില്ല. കസ്റ്റഡിയിൽ എടുത്തത് അറസ്റ്റാണോ അറസ്റ്റ് അല്ലേ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല എന്ന് കൃത്യമായ ഒരു ഉത്തരവ്. ഈ ഉത്തരവിന് ഈ മൂന്നരക്കോട് മലയാളി അല്ല കാരണക്കാരൻ. ഒരു ഇതര സംസ്ഥാനം, ഒരു അന്യ സംസ്ഥാന തൊഴിലാളി, നമ്മുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ അതിഥി തൊഴിലാളി, ജനുവരി 25 ഉച്ചയ്ക്ക് കഞ്ചാവുമായിട്ട് ഈ പറഞ്ഞ അതിഥി തൊഴിലാളിയെ, അന്യ സംസ്ഥാന തൊഴിലാളിയെ പോലീസ് പൊക്കുന്നു. എന്നിട്ട് 26 ഉച്ചയ്ക്ക് 2 മണിക്ക് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് രാത്രി 8 മണിയോടുകൂടി മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്നു. പക്ഷെ പിന്നീട് ഇയാൾ എന്താ ചെയ്യുന്ന വെച്ചാൽ നേരെ ഹൈക്കോടതിയിലേക്ക് പോയി. ഈ അന്യ സംസ്ഥാന തൊഴിലാളി ഹൈക്കോടതിയിലേക്ക് പോയി. 25 7 മണിക്ക് കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് പ്രോസിക്യൂഷൻ ആ സമയത്ത് വാദിച്ചത്. എപ്പോഴാണ് കസ്റ്റഡിയിൽ എടുത്തത്? 25 7 മണിക്ക് കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് പ്രോസിക്യൂഷൻ ആ സമയത്ത് വാദിച്ചത്. ശരിക്കും 25 7 മണിക്കല്ല, 25 ഉച്ചയ്ക്ക് 2 മണിക്ക് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ 7 മണി എന്ന് പറഞ്ഞു. പിന്നെ 26 2 മണിക്ക് അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ 24 മണിക്കൂർ ആയിട്ടില്ല. 24 മണിക്കൂറിന് മുമ്പ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു, അല്ലെങ്കിൽ 24 മണിക്കൂർ ആയപ്പോൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു എന്ന് അവരുടെ തറവേല. പക്ഷേ കോടതി ആ വാദം തള്ളി, പ്രോസിക്യൂഷന്റെ വാദം തള്ളി. ഈ കസ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റഡി തന്നെയാണ്, അത് അറസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കിയില്ല, അതുകൊണ്ട് ഇയാൾക്ക് ജാമ്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം കൊടുത്തു, പറഞ്ഞു വിട്ടു. ഇത് ഞാനിപ്പോ പറയാൻ കാരണം, ഇത് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനും, മിക്കവാറും എല്ലാ പോലീസ് സ്റ്റേഷനും നടക്കുന്ന ഒരു നിയമവിരുദ്ധ ഒരു പരിപാടിയാണ്. അവർക്കൊരു രസമാണത് ഈ പോലീസുകാർക്ക്. ഇപ്പൊ ഉദാഹരണത്തിന് കോഴിക്കോട് കസബ പോലീസ് കുറച്ചു കാലം മുമ്പ് ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുന്നു. രാവിലെ ഒരു 10 മണിക്ക് കസ്റ്റഡിയിൽ എടുക്കുന്നു. ഒരു 10 മണി 10:30 വീട്ടിൽ പോയി ആളെ കസ്റ്റഡിയിൽ എടുക്കുന്നു. ആ സമയം മുതൽ പോലീസ് കസ്റ്റഡിയാണേ. എന്നിട്ട് യാതൊന്നും ഒരു അനക്കവും കാര്യങ്ങളും ഒന്നുമില്ല. ഇയാളെ കോടതിയിൽ ഹാജരാക്കിയത് എപ്പോഴെന്നറിയാം? പിറ്റന്ന് വൈകുന്നേരം 3 മണിക്ക്. കസ്റ്റഡിയിലെടുത്ത സമയം പിന്നീട് രേഖപ്പെടുത്തി എത്ര മണിക്കെന്നറിയോ? വൈകിട്ട് 4 മണിക്ക്. അതായത് രാവിലെ 10 മണിക്ക് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ട് വൈകുന്നേരം 4 മണിയോടുകൂടി കസ്റ്റഡി എടുത്തുന്ന രേഖ ഉണ്ടാക്കി, എന്നിട്ട് ഇവരെയൊക്കെ അറിയിച്ചെന്ന് പറഞ്ഞ് കള്ളരേഖ, വ്യാജരേഖ ഈ പോലീസുകാർ കോഴിക്കോട് കസബ പോലീസ് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, പിറ്റന്ന് 3 മണിക്കാണ് ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത്. അത് മാത്രമല്ല, മറ്റൊരു രസം എന്ന് പറഞ്ഞാൽ അയാളുടെ പേരിൽ ഇട്ടിട്ടുള്ള വകുപ്പുകൾ, 2-3 വകുപ്പുകൾ ഇട്ടിട്ടുള്ളത് എല്ലാം ബെയിലബിൾ ആണ്, ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ്. എന്നിട്ടും ഒരു നീണ്ട റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി അയാളെ റിമാൻഡ് ചെയ്യിച്ചു. കോടതി ഒന്ന് മാറ്റി കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ, ഈ മജിസ്ട്രേറ്റ് കോടതി കൊണ്ട് കൊടുത്തപ്പോൾ, ആ മജിസ്ട്രേറ്റ് കോടതിയിൽ അവർക്ക് എടുക്കാൻ കഴിയില്ല, കേസ് എടുക്കാൻ കഴിയാത്തത് കൊണ്ട്, അതായത് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വകുപ്പ് കൂടെ ചേർത്തിട്ട് മജിസ്ട്രേറ്റ് കോടതി കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അവർക്ക് അവിടെ നിന്ന് ജാമ്യം കൊടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അതറിഞ്ഞ് തന്നെ അവിടെ കൊണ്ടുവന്ന് കൊടുത്തു. എന്നാൽ ബെയിലബിൾ ആണ് താനും. അങ്ങനെ റിമാൻഡ് ചെയ്തു. പിറ്റന്ന് യഥാർത്ഥ കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്തു. അപ്പൊ തന്നെ ജാമ്യം കിട്ടി. ഇതാണ് അവസ്ഥ. അതായത് ഇവിടെ പോലീസ് ചെയ്തത്, ഇവനൊരു 3-4 ദിവസം കിടക്കട്ടെ എന്നാണ്. ഈ പറഞ്ഞ പ്രതിയെ പിടിച്ചോണ്ട് പോയത് രാവിലെ 10 മണി, ഒരു വ്യാഴാഴ്ച രാവിലെ ഒരു 10 മണി സമയത്താണ്. ഇയാളെ
കോടതിയിൽ ഹാജരാക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണി സമയത്താണ് കോടതിയിൽ ഹാജരാക്കുന്നത്. ഈ രാവിലെ 10 മണിക്ക് എടുത്താൽ പിറ്റേന്ന് രാവിലെ 10 മണിക്കുള്ളിൽ കോടതിയിൽ ഹാജരാക്കേണ്ടതാണ്, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കേണ്ടതാണ്. അത് ചെയ്തിട്ടില്ല. ഗുരുതരമായ കൃത്യവിലോപമാണ് അവിടെ കാണിച്ചത്. എന്നിട്ട് അന്നേ ദിവസം വൈകുന്നേരം 4 മണി കഴിഞ്ഞിട്ട് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തുനിന്ന് വ്യാജരേഖ പോലീസ് ചമക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെതിരെ കോടതിയിൽ ആ വ്യക്തി പോകുമെന്നും പോലീസ് വിവരം അറിയും എന്നും തന്നെയാണ്. കാരണം ഇങ്ങനെ വിടുന്ന ഒരാളല്ല ഈ കക്ഷി എന്ന് പറയുന്നത്. നല്ലവണ്ണം പണി കിട്ടും. ഇത് ഞാൻ പറയുന്നത് എന്നറിയാം, ഏതൊരു കുറ്റകൃത്യം ചെയ്താലും ആരോപിതനായാലും ആർക്കായാലും അവന് ഒരു നീതിയുണ്ട്, ഒരു റൈറ്റ്സ് ഉണ്ട്. നമ്മുടെ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവര് പ്രതിയുടെ റൈറ്റ്സ് ഒന്നും വകവെച്ചു കൊടുക്കൂല. അയാളെ കിട്ടിക്കഴിഞ്ഞ ഉടനെ ഒരു വക്കീലിനെ അറിയിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു അവകാശം അയാൾക്കുണ്ട്. അത് ചെയ്യൂല. അത് ചെയ്യാതെ അവർ എഴുതി വെക്കും അവരുടെ കടലാസിൽ. ലീഗൽ സർവീസിന്റെ ഏതെങ്കിലും ഒരു വക്കീലിനെ, അല്ലെങ്കിൽ അവിടെ ആരുമില്ലാത്ത അനാഥർക്ക് വാദിക്കാൻ വേണ്ടിയിട്ട് ഒരു വക്കീൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരിക്കുന്ന ഒരു വക്കീല്. ആ വക്കീലിന്റെ കോൺടാക്ട് നമ്പറിൽ അറിയിച്ചു എന്ന് അവർ എഴുതി വെക്കും. ആരെയും അറിയിച്ചിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, വെറുതെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇവിടെ റിമാൻഡ് ചെയ്യിക്കണം. ഇവിടെ ഈ പറഞ്ഞ കക്ഷി എന്താ ചെയ്തതെന്ന് വെച്ചാൽ വ്യാഴാഴ്ച കസ്റ്റഡിയിൽ എടുത്തു, വെള്ളിയാഴ്ച അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടാതെ വരുമ്പോൾ നേരെ റിമാൻഡിലേക്ക് പോകും. പിറ്റേന്ന് ജാമ്യം കിട്ടിയാലും വൈകുന്നേരം ഒരു 7 മണിക്കുള്ളിൽ അത് കോടതിയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ തിങ്കളാഴ്ച അയാളെ ജാമ്യം കിട്ടി ഇറങ്ങുള്ളൂ. അതായത് തിങ്കളാഴ്ച ദിവസം ഉച്ച വരെ അയാൾ ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് 2-3 ദിവസം അവിടെ കിടക്കട്ടെ എന്നുള്ള മനഃപൂർവ്വമുള്ള ഒരു കുത്സിത ശ്രമമാണ് കസബ പോലീസ് എടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ പോലീസുകാർ വേല കാണിക്കുമ്പോൾ ആ പോലീസുകാർക്ക് നിയമം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം മറ്റുള്ളവർക്കുണ്ട്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടരുതെന്നോ അവർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ അംഗീകരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ആര് തന്നെ ആയിരുന്നാലും അവർക്ക് അവരുടേതായ ചില അവകാശങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ, ഭാരതത്തിൽ നിയമ സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ റൈറ്റ്സ് അവർക്ക് അനുവദിച്ചു കൊടുക്കാൻ ഈ പോലീസുകാരെ ഓർമ്മിപ്പിക്കണം എന്നാണ് പറയുന്നത്. നാളെ നിങ്ങളുടെ പേരിൽ ഒരു കള്ളക്കേസ്, ആരെങ്കിലും ഒരു കള്ളക്കേസ് കൊടുത്തിട്ട് നിങ്ങളെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ, കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുവന്ന് വീഡിയോയും ആ ടൈമും രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് കോടതിയിൽ പോകാം. ഇവർ കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറയുന്നത് ചിലപ്പോൾ പിറ്റന്നായിരിക്കും കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാരും രേഖപ്പെടുത്തുന്നത്. കാരണം എന്താണെന്നറിയാം, അവർക്ക് ആ കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറയുന്ന സമയം മുതൽ 24 മണിക്കൂറുള്ളിൽ ഹാജരാക്കിയാൽ മതി. നിങ്ങൾ ചിലപ്പോൾ 48 മണിക്കൂർ കസ്റ്റഡിയിൽ ഇരുത്തിണ്ടായിരിക്കും അവിടെ 24 മണിക്കൂറിനുള്ളിൽ അവർ കൊണ്ടുവന്ന് ഹാജരാക്കി പറയുന്നത്. ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഇത് നിങ്ങളെ ഒന്ന് അറിയിച്ചു എന്ന് മാത്രം. നിങ്ങളുടെ അവകാശമാണ് കസ്റ്റഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ നീതിന്യായ സംവിധാനത്തിന്റെ മുന്നിലേക്ക് എത്തുക എന്നുള്ളത്. അങ്ങനെ എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ജാമ്യം കിട്ടും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. Different angles. Don't forget to subscribe and support this channel.